ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ലഹരി ഉപയോഗം, പ്രേരിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച വീണ്ടും ഷൈനെ ചോദ്യം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അത്യുജ്വല സമരം തീർത്തും ന്യായമാണെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. സമരത്തെ അധിക്ഷേപിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് വർഗസമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന നടപടിയില്ലെന്നും സാറ ജോസഫ്. കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കൂരിക്കപ്പിടിക വീട്ടിൽ നാസറിന്റെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്റർ ആഘോഷത്തിന് നാടും നഗരവും ഒരുങ്ങി. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ തുടക്കം മാത്രമെന്ന് മന്ത്രിമാർ. 26 നടക്കുന്ന തൊഴിൽ മേളയിൽ 35,000-ൽ പരം തൊഴിലവസരങ്ങൾ സജ്ജം. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വനവിഭവ ശേഖരണത്തിന് നിർദ്ദേശങ്ങളുമായി വനംവകുപ്പ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്നും വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിർബന്ധമായും അറിയിക്കണമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു. ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിലാണ് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് മണിക്കൂറുകളോളം ഷൈനിനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയത്. കേസെടുത്ത ശേഷം ഷൈനിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഷൈൻ ടോം ചാക്കോയുടെ മുടി, രക്തം, സ്രവം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച ഷൈനിനെ മാതാപിതാക്കൾക്കൊപ്പം ജാമ്യത്തിൽ വിട്ടയച്ചു. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകി. തനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഡ്രഗ് ഡീലർ സജീറുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തി. നേരത്തെ രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഷൈൻ പോലീസിനോട് പറഞ്ഞു. 3 ACPമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന അത്യുജ്വല സമരം തീർത്തും ന്യായമാണെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സ്മാരക യുവ കാവ്യ പുരസ്കാരം കണ്ണൂർ കേളകം സ്വദേശിനിയും ഗവേഷക വിദ്യാർത്ഥിനിയുമായ അമൃത കേളകത്തിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആശമാരുടെ സമരം അത് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. കുറെ സ്ത്രീകളുടെ സമരം, ഏറ്റവും ദളിത് വിഭാഗത്തിൽപ്പെട്ട, ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, ജാതീയമായിട്ട് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന കുറെ സ്ത്രീകളുടെ ഈ സമരത്തോട് ഈ സർക്കാർ എടുക്കുന്ന നിലപാട് തിരുത്താൻ സർക്കാരിന് സാധിക്കണം. തിരുത്താൻ പ്രേരിപ്പിക്കാൻ സർക്കാരിന്റെ കൂട്ടുകാരായ നിങ്ങൾക്കും സാധിക്കണം. ഇത് ഈ അവസരത്തിൽ പറയുന്ന അനുചിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഉള്ളിൽ എരിയുന്ന ഒരു പ്രശ്നമാണിത്. ആ പ്രശ്നം ഞാനിവിടെ പറയുന്നു. അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരത്തെ അധിക്ഷേപിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് വർഗസമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന നടപടിയല്ല. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം. അതിൽ നിന്നുള്ള വ്യതിചലനം ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല. ആശാസമരത്തെ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണമെന്നും സാറ ജോസഫ് ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദിയിലെത്തിയായിരുന്നു സാറ ജോസഫിന്റെ രൂക്ഷ വിമർശനം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EM സതീശൻ അധ്യക്ഷനായി. വയലാർ ശരചന്ദ്രവർമ്മ പുരസ്കാര പ്രഖ്യാപനം നടത്തി. ആലങ്കോട് ലീലാകൃഷ്ണൻ, KK വത്സരാജ്, MR സോമനാരായണൻ, MU കബീർ, P ശങ്കരനാരായണൻ, MA വേലായുധൻ, ഷീല മോഹൻ, CV പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പമംഗലം കുരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കൂരിക്കപ്പിടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കമ്പനിക്കടവിലുള്ള ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം. 4 വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം അയൽവീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാഖ്. ഇതിനിടയിൽ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കുട്ടി വീടിന് സമീപത്തുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു. കുട്ടിയെ കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളികൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തു കുരിശിലേറിയ ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഇന്ന് രാത്രി പള്ളികളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി 11 മണിക്ക് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിക്കും. വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകൾക്കപ്പുറത്ത് പ്രതീക്ഷയുടെ പൊൻപുലരിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ് ഉദ്ധാന തിരുനാളെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ദുഃഖവെള്ളികൾ കടന്നുപോകും, ദുഃഖശനികൾ കടന്നുപോകും. അതിൻ്റെ അപ്പുറത്ത് നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഉത്ഥാനമുണ്ട്. ശുഭാപ്തി വിശ്വാസിയായിരിക്കുക, പ്രത്യാശയുള്ളവരായിരിക്കുക. ദൈവം ഉത്ഥിതനായ ഈശോ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികൾ, അനിശ്ചിതത്വങ്ങൾ, സംഘർഷങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയിൽ ഇന്നത്തെ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഈസ്റ്ററിന്റെ സന്ദേശം കൂടുതൽ പ്രസക്തമാണെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. സഹനങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല, ഏറ്റെടുത്ത് അവയെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലെ ജീവിതത്തിലെ വിജയം. ആ ഉത്ഥാന തിരുനാളിന്റെ വിജയം അത് നമ്മുടെ വിജയമായി തീരട്ടെ. ഈശോയുടെ ഉത്ഥാനം നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഈശോയുടെ പുനരുത്ഥാനം ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. ഈ ഉത്ഥാന തിരുനാള് സമാധാനവും സന്തോഷവും ആശംസിക്കുമ്പോൾ അത് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നാം ഇടപെടുന്ന തലങ്ങളിലും സമൂഹങ്ങളിലും സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാനായിട്ട് കഴിയണം. പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകാൻ ഈസ്റ്റർ എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള പ്രചോദനമാകട്ടെ ഈസ്റ്റർ എന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗ്യൻ കുര്യാക്കോസ്. ലോക സമാധാനത്തിനായി ക്രൂശ് എടുക്കാനും ആ ക്രൂശിന്റെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ മാർഗത്തിലൂടെ ജീവിതം പുനഃസൃഷ്ടിക്കാനും ഈ സമൂഹത്തെ വീണ്ടെടുക്കാനും ഇന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ഈശോയുടെ ഉയർപ്പ് വ്യക്തിയെ സംബന്ധിച്ച് ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട വസ്തുതയാണെന്ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. ഈശോയുടെ ഉയർപ്പ് ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഈശോയുടെ ഉയർപ്പ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്. വിജ്ഞാന കേരള മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി ഈ മാസം 26-ാം തീയതി തൃശൂരിൽ തൊഴിൽ പൂരം സംഘടിപ്പിക്കുമെന്ന് മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 132 കമ്പനികളുടെ 455 തൊഴിലിടങ്ങളിലായി 35,000 തൊഴിലവസരങ്ങളിലേക്കാണ് തൊഴിൽ പൂരത്തിൽ അഭിമുഖമൊരുക്കുക. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് മേളയിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാവുക. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നതിന് 23-ാം തീയതി വരെ സൗകര്യമുണ്ടായിരിക്കും. 25-ാം തീയതി വരെ ജോലികൾക്ക് അപേക്ഷിക്കാം. അഭിമുഖം നടക്കുന്ന സമയവും സ്ഥലവും അപേക്ഷകരെ ജോബ് സ്റ്റേഷനുകൾ വഴി മുൻകൂട്ടി അറിയിക്കും. ഇതിനു പുറമെ ഫൗണ്ടിറ്റ്, ലിങ്ക്ഡ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ 1,00,000-ലേറെ വരുന്ന ഉയർന്ന ജോലികൾക്കുള്ള റെസ്യൂം സ്വീകരിക്കുന്നതാണ്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന തൃശൂർ തൊഴിൽ പൂരത്തിലൂടെ 20,000-ൽ പരം ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും ജോലി നൽകുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രോജക്റ്റുകളിലൂടെ ലക്ഷ്യമിടുന്നത്. മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, AC മൊയ്തീൻ MLA എന്നിവരും കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ൽ പരം പേർക്കെങ്കിലും ജോലി നൽകുകയെന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് അടക്കം സംഘടിപ്പിക്കുന്നത്. 5 ലക്ഷത്തോളം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് തൊഴിലിനോട് ബന്ധപ്പെടുത്തി നൈപുണി പരിശീലനം. രജിസ്റ്റർ ചെയ്ത 10 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ എന്നിവയാണ് കേരള നോളജ് എക്കോണമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരും പ്രൊഫഷണൽ മെന്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയൊരു സംഘമാണ് പദ്ധതിയുടെ ഭാഗമായി അണിചേരുന്നത്. മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ അഡ്വൈസർ. തൊഴിലാളികളുടെ പരിശീലനത്തിനുള്ള ചുമതല സർക്കാരിന് ഒരു കമ്മീഷൻ വേണമെന്നും ഇതുവഴി നമുക്ക് കേരളത്തിൽ ഈസി ആയിട്ട് 4 ലക്ഷം സ്ത്രീകൾക്ക് ജോലി കൊടുക്കാം. ഈ മാസം 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെ തൊഴിൽ പൂരത്തിന് തുടക്കമാകും. തൊഴിൽ അന്വേഷകർക്കായി 3 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്.
നിലവിൽ 10,000 തൊഴിലന്വേഷകർ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും എൻ്റെ നാട്ടിലാണ് എൻ്റെ മെച്ചപ്പെട്ട ജോലി സാധ്യത എന്നുള്ളതിലേക്ക് ആ കാഴ്ചപ്പാടിലേക്ക് ഇവിടുത്തെ തൊഴിലിടങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൊഴിൽ അന്വേഷകർക്ക് ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവർക്ക് വേണ്ടുന്ന ശോഭിക്കാൻ കഴിയുന്ന തൊഴിലിൽ എത്തപ്പെടുക, അതിലേക്ക് എത്തിക്കാൻ നമ്മുടെ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനമായി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സ്കിൽഡ് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി പ്രത്യേക മേള മെയ് മാസം ആദ്യം നടക്കും. പ്രാദേശിക ചെറുമേളകൾക്ക് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാ തൊഴിൽ മേളയും സംഘടിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളിലൂടെ ഇതിനോടകം ജില്ലയിൽ നിന്ന് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. തൊഴിൽ പൂരത്തിന്റെ വിജയത്തിനായി പദ്ധതി അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക ചാനൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. സംഘാടക ഭാരവാഹികളായ ഡോക്ടർ പി സരീൻ, വിജയഹരി, അനൂപ് കിഷോർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, തൃശൂർ മീഡിയ വിഷൻ ഭാരവാഹികളായ ബൈജു ചിരിയങ്കണ്ടത്ത്, PM നാസർ, AG സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. TCV തൃശൂർ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വനവിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ചർച്ച ചെയ്യുന്നതിന് വാഴച്ചാൽ വനം ഡിവിഷനിലെ ജനപ്രതിനിധികളുടെയും ഊരുമൂപ്പന്മാരുടെയും വനംവകുപ്പ് ജീവനക്കാരുടെയും യോഗം ചേർന്നു. എല്ലാ ഉന്നതികളിലും വനവിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുവാൻ യോഗത്തിൽ തീരുമാനമായി. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്നും വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷനിലും സമിതി ഓഫീസുകളിലും വിവരം നിർബന്ധമായും അറിയിക്കണമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ R ലക്ഷ്മി നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, പഞ്ചായത്ത് അംഗം KM ജയചന്ദ്രൻ, വാഴച്ചാൽ ഊരുമൂപ്പത്തി VK ഗീത, ഊരുമൂപ്പന്മാരായ മോഹനൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. 7:30 മുതൽ 9.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ സൗജന്യം അനുവദിച്ച ട്രാക്കിൽ സെൻസർ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികളുടേതുൾപ്പെടെ ടോൾ തുക ഫാസ്ടാഗിലൂടെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. രേഖകൾ ഹാജരാക്കിയവർക്കും സൗജന്യം ലഭിക്കാത്ത സ്ഥിതിയാണ്. ഓട്ടോ ടാക്സി വാഹനങ്ങൾ സൗജന്യ യാത്ര നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി വാഹന ഉടമകൾ ടോൾ പ്ലാസയ്ക്ക് സമീപം സമരം നടത്തി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഉത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ട എല്ലാ സർക്കാർ തല സഹകരണവും നൽകുന്നതാണെന്ന് യോഗത്തിൽ മന്ത്രി അറിയിച്ചു. എല്ലാ വകുപ്പുകളും സഹകരിച്ച് ഉത്സവം പൂർവാധികം ഭംഗിയായി നടത്തണമെന്ന് ഉദ്യോഗസ്ഥ മേധാവികളോട് മന്ത്രി നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകളിലെ മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി മെമ്പർമാരായ അഡ്വക്കേറ്റ് KG അജയകുമാർ, ഡോക്ടർ മുരളി ഹരിതം, ദേവസ്വം മെമ്പർമാരായ രാഘവൻ മുളങ്ങാടൻ, VC പ്രഭാകരൻ, K ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ K ഉഷാനന്ദിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഉത്സവത്തിന് മെയ് 8 കൊടിയേറും. 18 രാപ്പാൾ കടവിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ ടാറ്റ സുമോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഊരകത്തു നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഊരകം ചീരോത്ത് രാജേഷ്, 4 പരിക്കൽ വിപിന, 4 പരിക്കൽ സിദ്ധാർത്ഥൻ, 4 പരിക്കൽ സന്ധ്യ, 4 പരിക്കൽ അനീഷിന്റെ മകൻ ജ്ഞാനവ്, ഭാര്യ ജാൻവി, പ്രവീണിന്റെ മകൾ ആധ്യാത്മിക, ഭാര്യ സിനി, സിദ്ധാർത്ഥന്റെ ഭാര്യ മല്ലിക, കുന്നംകുളം കോഴിപ്പറമ്പിൽ ആദിത്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ടവരെ ചാലക്കുടി പോലീസും അഗ്നിശമന സേനയും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ വളവിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുകയും കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം ചെയ്തയാളെ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്ത് കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തി വരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി. വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്ത് ഇവിടേക്ക് ആകർഷിക്കാറുണ്ട്. മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച് പിതൃബലിതർപ്പണം നടത്തുന്നതിനായി നൂറുകണക്കിന് ഭക്തരും മല്ലൻകാവിലെത്താറുണ്ട്. എന്നാൽ വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളത്തിന് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 4 കിലോമീറ്ററോളം തോട് അതിലാവശ്യമുള്ള ഭാഗങ്ങൾ നവീകരിച്ചും 8 ഷട്ടറോട് കൂടിയിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു ചെക്ക് ഡാമോട് കൂടിയുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം പറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക, 8 സ്ഥലങ്ങളിൽ തടയണ നിർമ്മിക്കുക, 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. TCV എരുമപ്പെട്ടി. ഏഷ്യ കപ്പ് ബേസ്ബോൾ വുമൻസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് ചേർപ്പ് പെരുമ്പളിശ്ശേരി സ്വദേശിനി PS ശ്രീപാർവതി. ദേശീയ മത്സരങ്ങളിൽ കേരളത്തിനു വേണ്ടി നിരവധി തവണ കളത്തിലിറങ്ങിയ ശ്രീപാർവതി ഒട്ടേറെ മെഡലുകളും നേടിയിട്ടുണ്ട്. ദീർഘകാലമായി ചേർപ്പ് സ്പോർട്സ് അക്കാദമി താരമായി ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ പരിശീലിച്ചു വരികയാണ്. സൂരജ്, മബിത ദമ്പതികളുടെ മകളായ ശ്രീപാർവതി തൃശൂർ സെന്റ് മേരീസ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. സഹോദരി ശ്രീലക്ഷ്മിയും ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ താരമാണ്. നിലവിൽ ശ്രീപാർവതി പഞ്ചാബിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ പരിശീലനത്തിലാണ്. തായ്ലാന്റിലെ ബാങ്കോക്കിൽ ഈ മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിനായി തിങ്കളാഴ്ച ഇന്ത്യൻ ടീം ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കും. പാലക്കാട് സ്വദേശിനി K കാവ്യയും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. കുന്നുകുളം വടുതലയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ് ബസ് സ്റ്റോപ്പ് തകർന്നു. വടുതല സെന്ററിലുള്ള മാവിന്റെ കൊമ്പാണ് ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും തകർന്നു. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒടിഞ്ഞു വീണ മരക്കൊമ്പ് മുറിച്ചുമാറ്റി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടിക്കര സ്വദേശി അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി ഭാസി എന്നിവരെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അദ്നാനിൽ നിന്ന് 124 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഭാസിയിൽ നിന്ന് 15 പാക്കറ്റ് ഹാൻസുമാണ് പിടികൂടിയത്. വെളുത്തൂരിലെ ഒരു സംഘം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ലഹരിയാണ് നാടകം. ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് വെളുത്തൂർ ഷോഗൻ ക്ലബിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരുക്കിയ 3ാമത്തെ നാടകം ഈ മാസം അരങ്ങിലെത്തും. ഷോഗൻ ക്ലബിന്റെ ആദ്യ 2 നാടകങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു. പുതിയ നാടകമാണ് കൽവിളക്ക്. ലഹരിക്കെതിരെ പോരാടുന്ന യുവാവിനെ കള്ളക്കേസിൽ കുടുക്കുന്ന ഒരു സംഘം ആളുകളുടെ കഥ പറയുന്ന നാടകമാണ് കൽവിളക്ക്. ഡിഗ്രി വിദ്യാർത്ഥിനിയായ അർച്ചന ഉണ്ണികൃഷ്ണനാണ് നായിക. 6 സ്ത്രീകളും ഒരു കുട്ടിയും 11 പുരുഷന്മാരും നാടകത്തിൽ വേഷമിടുന്നു. വൈകുന്നേരം 8 മണി മുതൽ 10:30 വരെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ. ജോലി കഴിഞ്ഞെത്തിയാൽ ക്ലബ് അംഗങ്ങൾ നാടകത്തിൽ വേഷമിടുന്ന കുടുംബാംഗങ്ങളെയും കൊണ്ട് റിഹേഴ്സൽ ക്യാമ്പിലെത്തും. മുൻകാലങ്ങളിൽ തങ്ങളുടെ നാടകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് തുടർന്നും ഇവർക്ക് നാടകങ്ങൾ വേദിയിലെത്തിക്കാൻ പ്രചോദനം നൽകുന്നത്.
ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഉടലെടുക്കുന്ന 3ാമത്തെ നാടകമാണിത്. ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും പ്രചോദനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈകുന്നേരം ഒരു 8 മണി മുതൽ 10 മണി വരെയാണ് ഞങ്ങൾ ഇതിന്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഉള്ള ഈ കൂട്ടായ്മയും സഹകരണവും സന്തോഷമൊക്കെയാണ് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നാടകത്തിലേക്ക് വരാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി നാട്ടിലെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവമാണ് ഷോഗൺ ക്ലബ്ബ്. മാനസികോല്ലാസത്തിനപ്പുറം പുതുതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നാടകാവതരണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ക്ലബിന്റെ മുൻ നാടകങ്ങൾ സംവിധാനം ചെയ്ത വിനോദ് പാലിശ്ശേരി തന്നെയാണ് കൽവിളക്കിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം റിജോ പോളും ഏകോപനം ഷൈജേഷ് പനമുക്കത്തുമാണ്. ഏപ്രിൽ 26-ന് വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് നാടകം അരങ്ങേറുന്നത്. TCV ന്യൂസ്, തൃശൂർ. മുട്ടിച്ചൂരിൽ വ്യാപാരിയെ കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോക്കാൻമുക്ക് സെന്ററിന് സമീപം അപ്ഹോൾസ്ട്രി കട നടത്തുന്ന മുട്ടിച്ചൂർ തൈവളപ്പിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന 54 വയസ്സുള്ള വടശ്ശേരി സന്തോഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ ഇയാൾ കടയിലെത്തിയത് സമീപത്തെ വ്യാപാരികൾ കണ്ടിരുന്നു. പിന്നീട് സന്തോഷിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് കണ്ട് സുഹൃത്തുക്കൾ തിരഞ്ഞു വന്നപ്പോഴാണ് കടയുടെ അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തി പൈനൂരിലെ സൂര്യകാന്തി പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായി കാഴ്ച കാണാൻ ഇവിടേക്കെത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ 1/2 ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യം നെല്ല് പയറിനിടാറ് പയറുള്ള. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ പണി ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ല ഞാൻ സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ സൂര്യാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ പോവായി. കണ്ടമാനം പേര് വരുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് ദിവസവും എത്തുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഉൽപ്പന്ന വിപണന സ്റ്റാൾ തുറന്നു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ശോഭു നാരായണൻ, R വിജയകൃഷ്ണൻ, ദീപു K ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാങ്ങ പറിക്കാൻ കയറിയയാൾ മാവിൽ നിന്ന് വീണ് മരിച്ചു. ഇരിങ്ങാലക്കുട വേളൂക്കര സ്വദേശി തെരുവിൽ വീട്ടിൽ 55 വയസ്സുള്ള ഷാജിയാണ് മാവിൽ നിന്ന് കാൽ വഴുതി വീണ് മരിച്ചത്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ലഹരി ഉപയോഗം, പ്രേരിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച വീണ്ടും ഷൈനെ ചോദ്യം ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന അത്യുജ്വല സമരം തീർത്തും ന്യായമാണെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. സമരത്തെ അധിക്ഷേപിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് വർഗസമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന നടപടിയില്ലെന്നും സാറ ജോസഫ്. കയ്പമംഗലം പൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുട്ടിച്ചൂർ സ്വദേശി കുരിക്കപ്പിടിയ വീട്ടിൽ നാസറിന്റെ മകൻ അഫ്ഷാഖാണ് മരിച്ചത്.
പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്റർ ആഘോഷത്തിന് നാടും നഗരവും ഒരുങ്ങി. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ തുടക്കം മാത്രമെന്ന് മന്ത്രിമാർ. 26 നടക്കുന്ന തൊഴിൽ മേളയിൽ 35,000-ൽ പരം തൊഴിലവസരങ്ങൾ സജ്ജം. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയേകി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വനവിഭവ ശേഖരണത്തിന് നിർദ്ദേശങ്ങളുമായി വനം വകുപ്പ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ ഉന്നതികളിൽ നിന്നും വനത്തിൽ പോകുന്നവർ ഫോറസ്റ്റ് സ്റ്റേഷൻ നിർബന്ധമായും അറിയിക്കണമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.